students, welcome back to my class. So in this class we were going to discuss about the conjugation in paramecium. Okay, so conjugation എന്ന് പറയുന്നത് പാരമീസിയത്തിലെ കോൺജുഗേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എസ് എക്ക് വരുന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്താണ് കോൺജുഗേഷൻ എന്നുള്ളത്. സോ വാട്ട് യു മീൻ ബൈ കോൺജുഗേഷൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനറി ഫിഷനാണ്. എന്താണ് സക്സസീവ് ആയുള്ള ജനറേഷൻസിൽ എന്തുണ്ടാവും? ബൈനറി ഫിഷൻ സംഭവിച്ചു കഴിയുമ്പോൾ പാരമീസിയം എന്ത് ചെയ്യുന്നു? ഇറ്റ് അണ്ടർഗോസ് ന്യൂക്ലിയർ റീ ഓർഗനൈസേഷൻ ബൈ കോൺജുഗേഷൻ. അപ്പോൾ ഒരുപാട് ജനറേഷൻസിൽ ബൈനറി ഫിഷൻ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? പാരമീസിയം ന്യൂക്ലിയർ റീ ഓർഗനൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പാരാസെക്ഷൽ പ്രോസസ്സാണ് ഇൻ വിച്ച് ടു പാരമീസിയ മീറ്റ് ഇൻ പെയർ, അണ്ടർഗോ പാർഷ്യൽ ആൻഡ് ടെമ്പററി യൂണിയൻ, മ്യൂച്വലി എക്സ്ചേഞ്ച് ദെയർ മൈക്രോന്യൂക്ലിയർ മെറ്റീരിയൽസ് ആൻഡ് ദെൻ സെപ്പറേറ്റ് ആൻഡ് ഡിവൈഡ്. ഓക്കെ, അപ്പോൾ അതൊരു പാരാസെക്ഷൽ പ്രോസസ്സാണ്. അവിടെ രണ്ട് പാരമീസി എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. അവർ പാർഷ്യൽ ആൻഡ് ടെമ്പററി യൂണിയൻ ഉണ്ടാവുന്നു. മ്യൂച്വലി അവരെന്ത് ചെയ്യുന്നു? അവർ മൈക്രോന്യൂക്ലിയർ മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, പിന്നീട് സെപ്പറേറ്റ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ന്യൂക്ലിയർ മെറ്റീരിയൽസിൻ്റെ ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. Then the individuals which undergo conjugation are known as conjugants. കോൺജുഗേഷൻ അണ്ടർഗോ ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് നമുക്ക് എന്ത് വിളിക്കാം? കോൺജുഗൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതുകൂടാതെ നമുക്ക് കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ പോസിബിൾ അല്ല. ഇപ്പോൾ പാരമീസിയം കോഡാറ്റം ഒരു സ്പീഷീസ് ആണല്ലേ, ആ സ്പീഷീസ് തന്നെ സെവറൽ വെറൈറ്റീസ് ഉണ്ടായിരിക്കും. ഈച്ച് സ്പീഷീസ് ഓഫ് പാരമീസിയം ഹാസ് സെവറൽ വെറൈറ്റീസ് കോൾഡ് സിൻജൻസ്. അത് നമ്മൾ എന്ത് പറയുന്നു? സിൻജൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു സെയിം കണ്ടോ, സിൻജൻ സെയിം ഒരു പാരമീസിയം സ്പീഷീസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമ്മൾ എന്ത് വിളിക്കുന്നു? സിൻജൻ എന്ന് വിളിക്കുന്നു. ആൻഡ് ഈച്ച് വെറൈറ്റി ഇൻ ടേൺ കൺസിസ്റ്റ് ഓഫ് സെവറൽ മേറ്റിംഗ് ടൈപ്സ്. അപ്പോൾ ഓരോ വെറൈറ്റിക്കും പിന്നെ എന്തുണ്ടാവും? സെവറൽ മേറ്റിംഗ് ടൈപ്സും ഉണ്ടായിരിക്കും. അപ്പോൾ കോൺജുഗേഷൻ നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? ഇറ്റ് ഒക്കേഴ്സ് ഓൺലി ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ടു മേറ്റിംഗ് ടൈപ്സ് ഓഫ് ദ സെയിം സിൻജനിലുള്ള രണ്ട് മേറ്റിംഗ് ടൈപ്സ് തമ്മിലാണ് എന്ത് നടക്കുന്നത്? കോൺജുഗേഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, so during conjugation the two conjugants very closely apply together by their ventral surfaces at the region of their contact the pellicle and the cortex dissolve. കോൺജുഗേഷൻ ടൈമിൽ രണ്ട് കോൺജുഗൻസ് വളരെ ക്ലോസ്ലി അടുത്ത് വരുന്നു. അങ്ങനെ എന്തുണ്ടാവുന്നു? അവർ ആ റീജിയൻ ഓഫ് കോൺട്രാക്റ്റിൻ്റെ സ്ഥലത്ത് എന്തുണ്ടാവുന്നു? പെല്ലിക്കിളും കോർട്ടെക്സും ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? ഒരു എൻഡോപ്ലാസ്മിക് കണ്ടിന്യൂറ്റി, ഡയറക്റ്റ് ആയുള്ള ഒരു എൻഡോപ്ലാസ്മിക് കണ്ടിന്യൂറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിന് നമുക്ക് എൻഡോപ്ലാസ്മിക് ബ്രിഡ്ജ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ആ പിക്ചർ നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ മേറ്റ് ചെയ്യുന്ന രണ്ട് പാരമീസി എന്ത് ചെയ്തു? അടുത്ത് വന്നു അല്ലേ. അങ്ങനെ വന്നതിന് ശേഷം അവർ എന്ത് ചെയ്തു? അവർ കോൺജുഗൻസ് ഫോം ചെയ്തു, യുണൈറ്റ് ചെയ്തിട്ട് കോൺജുഗൻസ് ഫോം ചെയ്തു. അങ്ങനെ കോൺജുഗൻസ് ഫോം ഇവിടെ ഒരു എൻഡോപ്ലാസ്മിക് കണ്ടിന്യൂറ്റി ഉണ്ടായി രണ്ടും ജോയിൻ ചെയ്തപ്പോൾ. അതിനാണ് എന്ത് പറയുക? എൻഡോപ്ലാസ്മിക് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ എൻഡോപ്ലാസ്മിക് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ശേഷമുള്ള സ്റ്റെപ്പ് എന്താണ്? മാക്രോ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? രണ്ടിലുള്ള മാക്രോ ന്യൂക്ലിയസ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്ത് പോകുന്നു. ഡിസപ്പിയർ ചെയ്ത് പോകുന്നു മാക്രോ ന്യൂക്ലിയസ്. പക്ഷേ അവിടെയുള്ള മൈക്രോ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? മൈക്രോ ന്യൂക്ലിയസിന് മിയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ചിട്ട് 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയെ ഫോം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയ, രണ്ട് കോൺജുഗൻസിലും 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയെ ഫോം ചെയ്തു. കാരണം അവിടെ മൈക്രോ ന്യൂക്ലിയസ് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയ ഉണ്ടായി. മാക്രോ ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി, മൈക്രോ ന്യൂക്ലിയസ് മിയോസിസ് സംഭവിച്ചിട്ട് 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയ ഉണ്ടായി. 3 ഓഫ് ദം സൂൺ ഡിസപ്പിയർ. അതിൽ 3 പിന്നീട് എന്ത് ചെയ്യുന്നു? അതിൽ 3 പിന്നീട് ഡിസപ്പിയർ ചെയ്യുന്നു. ഓക്കെ, 3 ഡിസപ്പിയർ ചെയ്ത് പോകുന്നു. അങ്ങനെ ബാക്കി 2 ഓരോന്നുണ്ടായിരിക്കും. ദ റിമൈനിങ് 1 അണ്ടർഗോസ് ആൻ അൺഈക്വൽ മൈറ്റോസിസ് ആൻഡ് ഗീവ് റൈസ് ടു 2 അൺഈക്വൽ ന്യൂക്ലിയെ. അങ്ങനെ ബാക്കി ഉണ്ടാവുന്ന ഇവിടെ ഒന്നുണ്ട്. ഈ ബാക്കി ഉണ്ടാവുന്ന ഓരോന്ന് എന്ത് ചെയ്യുന്നു? അണീക്വൽ ആയുള്ള മൈറ്റോസിസ് സംഭവിക്കുന്നു അവർക്ക്. അങ്ങനെ 2 അണീക്വൽ ന്യൂക്ലിയ, രണ്ടിലും 2 അണീക്വൽ ന്യൂക്ലിയെ ഫോം ചെയ്യുന്നു. ഈ അണീക്വൽ ന്യൂക്ലിയ ഇവിടെ 2 അണീക്വൽ ന്യൂക്ലിയ ഉണ്ടായി, ഇവിടെ അണീക്വൽ ന്യൂക്ലിയ 2 ഉണ്ടായി. അതിൽ ഒന്ന് വലുതുമാണ്, ഒന്ന് ചെറുതുമാണ് അല്ലേ. ഇത് എന്താണ്? ഇത് വലുതാണ്, ദിസ് വൺ ഇത് ലാർജറാണ്, സ്മോളറാണ്. അങ്ങനെ അണീക്വൽ ന്യൂക്ലിയ ഉണ്ടായി. ആ ലാർജർ ന്യൂക്ലിയസ് നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റേഷനറി പ്രോ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ആൻഡ് ദ സ്മോളർ വൺ ഈസ് കോൾഡ് ആസ് മൈഗ്രേറ്ററി പ്രോ ന്യൂക്ലിയസ്. ഈ സ്മോളർ വണ്ണിനെ നമുക്ക് മൈഗ്രേറ്ററി പ്രോ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ലാർജർ വണ്ണിനെ എന്ത് വിളിക്കുന്നു? സ്റ്റേഷനറി പ്രോ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ഓക്കെ, ദ മൈഗ്രേറ്ററി പ്രോ ന്യൂക്ലിയസ് ഓഫ് ഈച്ച് കോൺജുഗൻറ്റ് സൂൺ മൂവ്സ് ടു ദ അതർ കോൺജുഗൻറ്റ്. ഇപ്പോൾ ഇവിടുത്തെ മൈഗ്രേറ്ററി പ്രോ ന്യൂക്ലിയസ് ഉണ്ടല്ലോ ചെറുത്, അതെന്ത് ചെയ്യുന്നു? അതർ കോൺജുഗൻറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടത്തെയും എന്ത് ചെയ്യുന്നു? മറ്റേ കോൺജുഗൻറ്റിലേക്ക് മൂവ് ചെയ്യുന്നു.
അപ്പോൾ അവിടെ സ്റ്റേഷനറി പോർന്യൂക്ലിയസ് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. മൈഗ്രേറ്ററി പോർന്യൂക്ലിയസ് ആണ് രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മൈഗ്രേറ്ററി പോർന്യൂക്ലിയസ് മൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് സ്റ്റേഷനറി പോർന്യൂക്ലിയസിനായിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഇവിടെ എന്ത് ഫോം ചെയ്യും, സൈഗോട്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഇവിടുത്തെ മൈക്രോ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മൈഗ്രേറ്ററി പോർന്യൂക്ലിയസ് ഇവിടേക്കും, ഇവിടുത്തെ മൈഗ്രേറ്ററി പോർന്യൂക്ലിയസ് ഇവിടേക്കും മൂവ് ചെയ്യും. രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവുന്നു, രണ്ടിലും ഓരോ സൈഗോട്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ അപ്പോൾ അവിടെ എന്തുണ്ടായി, ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്തു അല്ലേ. ഈ ഒന്നിലത്തെ മൈഗ്രേറ്ററി പോർന്യൂക്ലിയസും മറ്റേലുള്ള സ്റ്റേഷനറി പോർന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്തു. അങ്ങനെയാണ് എന്തുണ്ടായത്, സൈഗോട്ട് ന്യൂക്ലിയസ് ഫോം ചെയ്തത്. അപ്പം നമുക്ക് എന്ത് വിളിക്കാം, അവിടെ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പ്രോസസ്സിന് എന്ത് പറയാം, കാരിയോഗമി എന്ന് വിളിക്കുന്നു. ഓക്കെ, ദിസ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് കോൾഡ് ആസ് കാരിയോഗമി and it results in the formation of a single diploid nucleus in each conjugate known as synkaryon. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സിംഗിൾ ആയുള്ള ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് നമ്മൾ എന്ത് വിളിക്കും, സിൻകാരിയോൺ അല്ലെങ്കിൽ ഫ്യൂഷൻ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോൺജുഗേഷൻ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സിംഗിൾ ആയുള്ള ഡിപ്ലോയിഡ് ന്യൂക്ലിയസിനെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള സിംഗിൾ ഡിപ്ലോയിഡ് ന്യൂക്ലിയസിനെ നമുക്ക് വിളിക്കുന്ന പേരുകളാണ് സിൻകാരിയോൺ അല്ലെങ്കിൽ ഫ്യൂഷൻ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കോൺജുഗേഷൻ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ഇനി ഇപ്പോൾ രണ്ടിലും ഓരോ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടായി. ഇനി അവർക്ക് എന്തുണ്ടാവും എന്ന് നോക്കാം. കാരിയോഗമി ഇവിടെ കാരിയോഗമി നടന്നെന്ന് പറഞ്ഞു, അതായത് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്, അവിടെ ഒരു റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് മൈക്രോ ന്യൂക്ലിയർ മെറ്റീരിയൽസ് നടക്കുന്നുണ്ട്. രണ്ട് കോൺജുഗൻസ് തമ്മിൽ അവരുടെ മൈക്രോ ന്യൂക്ലിയർ മെറ്റീരിയൽസ് എന്ത് ചെയ്തു, റെസിപ്രോക്കലി എക്സ്ചേഞ്ച് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു അല്ലേ. അങ്ങനെ അവിടെ ബൈപാരൻ്റൽ ജീൻസ് എന്ത് ചെയ്തു, ബ്ലെൻഡ് ചെയ്തു. സോ ദർ ഒക്കേഴ്സ് എ ബ്ലെൻഡിങ് ഓഫ് ബൈപാരൻ്റൽ ജീൻസ് ആൻഡ് ഓൾസോ എക്സ്ചേഞ്ച് ഓഫ് മൈക്രോ ന്യൂക്ലിയർ മെറ്റീരിയൽസ്. അതിന് നമുക്ക് എന്ത് വിളിക്കാം, ബൈപാരൻ്റൽ ജീൻസ് അങ്ങനെ ബ്ലെൻഡ് ചെയ്തതിനെ നമുക്ക് എന്ത് വിളിക്കാം, ആംഫിമിക്സിസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതിന് ശേഷം എന്തുണ്ടാവുന്നു, ഷോർട്ട്ലി ആഫ്റ്റർ കാരിയോഗമി ദ ടു കോൺജുഗൻസ് സെപ്പറേറ്റ്. ഇവിടെ രണ്ടും എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. കോൺജുഗേഷൻ കഴിഞ്ഞപ്പോൾ, കാരിയോഗമി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ രണ്ട് കോൺജുഗൻസും സെപ്പറേറ്റ് ചെയ്തു. നൗ ദേ ആർ കോൾഡ് എക്സ് കോൺജുഗൻസ്. ഇപ്പോൾ നമുക്കതിനെ എക്സ് കോൺജുഗൻസ് എന്ന് വിളിക്കാം. ഇൻ ഈച്ച് ഓഫ് ദം ദ ഡിപ്ലോയിഡ് ഫ്യൂഷൻ ന്യൂക്ലിയസ് അണ്ടർഗോസ് 3 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻസ്. ഇപ്പോൾ രണ്ടെണ്ണത്തിലും എന്തുണ്ടാവും, ഇനി ഇപ്പോൾ രണ്ടിലും ഓരോ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഇതിനെന്ത് സംഭവിക്കും, ഈ ഡിപ്ലോയിഡ് ഫ്യൂഷൻ ന്യൂക്ലിയസ് 3 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻസ് അണ്ടർഗോ ചെയ്യുന്നു. ഓരോന്നും ഇതും അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസും എന്ത് ചെയ്യുന്നു, ഈ ന്യൂക്ലിയസും എന്ത് ചെയ്യുന്നു, 3 സക്സസീവ് ഡിവിഷൻസ് സംഭവിക്കുന്നു. അങ്ങനെ 8 ന്യൂക്ലിയർ, രണ്ടിലും 8 ന്യൂക്ലിയർ ഉണ്ടാവുന്നു. ഇവിടെയും 1 2 3 4 5 6 7 8 ഇവിടെ 8 ന്യൂക്ലിയർ ഉണ്ടായി, ഇതിലും അതുപോലെ തന്നെ എന്തുണ്ടായി, 8 ന്യൂക്ലിയർ ഉണ്ടായി. അപ്പോൾ ഡിപ്ലോയിഡ് ന്യൂക്ലിയസിന് 3 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് എന്തുണ്ടാവുന്നു, 8 ന്യൂക്ലിയർ രണ്ടിലും എന്തുണ്ടാവുന്നു, 8 മൈക്രോ ന്യൂക്ലിയർ ഫോം ചെയ്യുന്നു. ഇനി എന്തുണ്ടാവുന്നു, 4 ഓഫ് ദം സൂൺ എൻലാർജ് ആൻഡ് ട്രാൻസ്ഫോം ടു മാക്രോ ന്യൂക്ലിയർ. ഇതിൽ 4 എണ്ണം, 4 ഓഫ് ദം, അതിൽ 4 എണ്ണം എന്ത് ചെയ്യുന്നു, എൻലാർജ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നത്, മാക്രോ ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. ഓഫ് ദ റിമൈനിങ് 4 3 ഡിസപ്പിയർ. ബാക്കിയുള്ള ഈ 3 എണ്ണം, ഇവിടെ 4 എണ്ണം വലുതായിട്ട് എന്തുണ്ടായി, മാക്രോ ന്യൂക്ലിയസ് ആയി മാറും. പിന്നെ ഇവിടെ ബാക്കിയുള്ള 4 എണ്ണത്തിൽ 3 എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. 3 എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. ആൻഡ് സിംഗിൾ മൈക്രോ ന്യൂക്ലിയസ്, ബാക്കി അവിടെ ഒരു മൈക്രോ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആ മൈക്രോ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, ഡിവൈഡ്സ് ഇൻറ്റു 2. അത് 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും. അക്കമ്പനീഡ് ഓർ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ഡിവിഷൻ ഓഫ് ദ ബോഡി ഇൻറ്റു 2 ഡോട്ടർ ന്യൂക്ലിയർ. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ ഈ ഡിപ്ലോയിഡ് ന്യൂക്ലിയസിന് 3 സക്സസീവ് ഡിവിഷൻസ് ഉണ്ടായി. അങ്ങനെ എന്തുണ്ടായി, 8 ന്യൂക്ലിയർ ഉണ്ടായി. 8 ന്യൂക്ലിയർ രണ്ടിലും 8 എണ്ണം ഉണ്ടായി. ഓക്കെ, 8 മൈക്രോ ന്യൂക്ലിയർ ഫോം ചെയ്തു. അങ്ങനെ ഉണ്ടാകുന്ന 8 എണ്ണത്തിൽ 4 എണ്ണം എന്തായി, എൻലാർജ് ചെയ്തിട്ട് ഒരു മൈക്രോ ന്യൂക്ലിയസ് ഫോം ചെയ്തു, മാക്രോ ന്യൂക്ലിയസ് ഫോം ചെയ്തു. 4 എണ്ണം എൻലാർജ് ചെയ്തു, ഇവിടെ 4 എണ്ണം എൻലാർജ് ചെയ്തിട്ട് മാക്രോ ന്യൂക്ലിയസ് ആയിട്ട് മാറി. പിന്നെ വരുന്ന 4 എണ്ണത്തിൽ 3 എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി. ബാക്കി വരുന്ന ഒന്നിനും സംഭവിച്ചു, അത് മൈറ്റോട്ടിക്കലി 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. അത് 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം എന്തുണ്ടാവും, ഇവിടെ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് 4 കൂടിയിട്ട് എന്താവും, മൈക്രോ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ബാക്കി ഇവിടെ 2 എണ്ണം ആയല്ലോ മൈക്രോ ന്യൂക്ലിയസ്, ഒന്ന് ബാക്കിയുള്ളത് ഡിവൈഡ് ആയിട്ട് 2 എണ്ണമായി മാറി. അങ്ങനെ ആയതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് അപ്പോൾ തന്നെ ഈ ബോഡി ഡിവൈഡ് ചെയ്യും. അങ്ങനെ 2 ഡോട്ടർ ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യും. ഈ ബോഡി 2 എണ്ണമായി ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ ന്യൂക്ലിയർ, ഓരോന്നും ഇതൊന്നും 2 ഡോട്ടർ ന്യൂക്ലിയർ ഉണ്ടാവും, ഡോട്ടർ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. ഇതിൽ നിന്ന് എന്തുണ്ടാവും, 2 ഡോട്ടർ പാരമീസിയം ഉണ്ടാവും. ഓക്കെ, ഈച്ച് ഇൻഡിവിജ്വൽ വിൽ റിസീവ് 1 മൈക്രോ ന്യൂക്ലിയസ് ബൈ ഡിവിഷൻ ആൻഡ് 2 മാക്രോ ന്യൂക്ലിയർ ബൈ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ രണ്ടിനും എന്ത് കിട്ടി, ഡിവിഷൻ വഴി എങ്ങനെ 2 ഓരോന്നിലും ഓരോ മൈക്രോ ന്യൂക്ലിയസും കിട്ടി,
രണ്ട് മാക്രോ ന്യൂക്ലിയം കിട്ടി. അപ്പോൾ ഇതിൽ 2 മാക്രോ ന്യൂക്ലിയ, ഇതിൽ 2 മാക്രോ ന്യൂക്ലിയ, ഓരോ മൈക്രോ ന്യൂക്ലിയാണ് ഉള്ളത്. ഇനി ഇൻ ഈച്ച് ഡോട്ടർ ഇൻഡിവിജ്വൽ ദ മൈക്രോ ന്യൂക്ലിയസ് ഡിവൈഡ്സ് അഗെയിൻ. പിന്നെ എന്ത് സംഭവിക്കുന്നു? മൈക്രോ ന്യൂക്ലിയസ് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നു. ഫോളോഡ് ബൈ ഡിവിഷൻ ഓഫ് ബോഡി ഇൻറ്റു 2. അപ്പോൾ ഈ മൈക്രോ ന്യൂക്ലിയസ് പിന്നെ ഡിവൈഡ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ബോഡിയും ഡിവൈഡ് ചെയ്യും. അങ്ങനെ എന്തുണ്ടാവുന്നു? ഈച്ച് ഡോട്ടർ ഇൻഡിവിജ്വൽ വിൽ റിസീവ് 1 മൈക്രോ ന്യൂക്ലിയസ് ബൈ ഡിവിഷൻ ആൻഡ് 1 മാക്രോ ന്യൂക്ലിയസ് ബൈ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ബോഡി പിന്നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിലും ഓരോ മാക്രോ ന്യൂക്ലിയസും ഓരോ മൈക്രോ ന്യൂക്ലിയസും ഫോം ചെയ്യുന്നു. അതുകൂടാതെ 4 പാരമീസിയം ഉണ്ടാവുന്നു. 2 റിപ്പീറ്റഡ് ഡിവിഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ 4 പാരമീസിയ ഫോം ചെയ്യുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് 4 പാരമീസിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ 4 പാരമീസിയ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ 4 പാരമീസിയ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പുകളെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ആദ്യം എന്തുണ്ടാവുന്നു? കോൺജുഗേഷന് വേണ്ടിയിട്ട് 2 തമ്മിൽ യുണൈറ്റ് ചെയ്യുന്നു, എൻഡോപ്ലാസ്മിക് ബ്രിഡ്ജ് ഫോം ചെയ്യും. ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാക്രോ ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. പിന്നെ വരുന്ന മൈക്രോ ന്യൂക്ലിയസിന് ഡിവിഷൻ സംഭവിച്ചിട്ട് 4 എണ്ണം ഉണ്ടാവും. അതിൽ 3 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ബാക്കി വരുന്ന 1 എന്താവുന്നു? ബാക്കി വരുന്ന 1 എന്തുണ്ടാവുന്നു? അതിൽ നിന്ന് 2 ഉണ്ടാവും. എന്താണ്? സ്റ്റേഷനറി പ്രോന്യൂക്ലിയസ് ഉണ്ടാവും, അതുപോലെ തന്നെ മൈഗ്രേറ്ററി പ്രോന്യൂക്ലിയസ് ഉണ്ടാവും. ഈ മൈഗ്രേറ്ററി പ്രോന്യൂക്ലിയസ് അങ്ങോട്ട് റെസിപ്രോക്കലി എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഡിപ്ലോയിഡ് ഫ്യൂഷൻ ന്യൂക്ലിയസ് അല്ലെങ്കിൽ സിങ്കാരിയോൺ ഫോം ചെയ്യുന്നു. അതിന് പിന്നെ അങ്ങനെ സിങ്കാരിയോൺ ഉണ്ടായി കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്താവും? എക്സ് കോൺജുഗൻസ് ആയി മാറും. ഈ എക്സ് കോൺജുഗൻസ് പിന്നീട് അവർക്ക് 3 സക്സസീവ് ഡിവിഷൻ നടക്കും. അങ്ങനെ 8 ന്യൂക്ലിയ ഉണ്ടാവും. ആ 8 ന്യൂക്ലിയയിൽ എന്തുണ്ടാവും? 3 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവും. പിന്നീട് മാക്രോ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. മാക്രോ ന്യൂക്ലിയസ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ബോൾഡ് ഡിവിഷൻസ് ആണ് പറയുന്നത്. അങ്ങനെ ഫൈനലി ഓരോന്നിനും 4 ഡോട്ടർ ഇൻഡിവിജ്വൽസ് ഉണ്ടാവുന്നു. ടോട്ടലി 8 ഇൻഡിവിജ്വൽസ് ആണ് ഉണ്ടാവുന്നത്. 8 പാരമീസിയാണ്. 2 പാരമീസിയ മേറ്റ് ചെയ്യുമ്പോൾ 8 ഡോട്ടർ പാരമീസിയ ഫോം ചെയ്യുന്നു. ഓക്കെ, അത്രയാണ് കോൺജുഗേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? കോൺജുഗേഷൻ്റെ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. Formerly, conjugation was regarded as a rejuvenation process essential for the normal existence and continued multiplication of the race. Okay. കോൺജുഗേഷൻ എന്ന് പറയുന്നത് ആദ്യം കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഒരു റിജുവനേഷൻ പ്രോസസ്സായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് റേസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് കോൺജുഗേഷൻ എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ദ റിപ്പീറ്റഡ് ഒക്വറൻസ് ഓഫ് ബൈനറി ഫിഷൻ ഓവർ സെവറൽ ജനറേഷൻസ് വാസ് ബിലീവ് ടു റിസൾട്ട് ഇൻ എ പ്രോഗ്രസീവ് ലോസ് ഇൻ ദ ഫിസിയോളജിക്കൽ എഫിഷ്യൻസി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാവുക? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബൈനറി ഫിഷൻ തന്നെ നടക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ഒരുപാട് ജനറേഷനിൽ ബൈനറി ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരു ഫിസിയോളജിക്കൽ എഫിഷ്യൻസിയിൽ ഒരു ലോസ് ഉണ്ടാവും. ഒരു ഫിസിയോളജിക്കൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ അവരുടെ വിഗർ, വൈറ്റാലിറ്റിയിലൊക്കെ ഒരു ഫോൾ ഉണ്ടാവും. അങ്ങനെ കാരണം അവർ ക്ലോണാണല്ലോ ഉണ്ടാവുന്നത്. അവിടെ വാരിയേഷനോ റീകോമ്പിനേഷനോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ എന്താണ്? ക്ലോൺസ് ആണ് ഉണ്ടാവുന്നത് ബൈനറി ഫിഷൻ വഴി. അല്ലേ? സെയിം ആയിട്ടുള്ള പാരൻറ്റിൻ്റെ അതേ ക്ലോൺസ് ആണ് ഉണ്ടാവുന്നത്. അവിടെ ന്യൂക്ലിയർ എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു കണ്ടീഷൻ ടേംഡ് സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷൻ, ഒരു സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷൻ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും. അങ്ങനത്തെ കണ്ടീഷനിലാണ് എന്തുണ്ടാവുന്നത്? ഫർദർ ഫിഷൻ ബിക്കം ഇമ്പോസിബിൾ. അപ്പോൾ ഫർദർ ഫിഷൻ ഇമ്പോസിബിൾ ആവും. അത് എന്തിനു കാരണമാവും? സെൻസിനും ഡെത്തിനും കാരണമാവും. അപ്പോൾ അങ്ങനൊരു ഡീക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺജുഗേഷൻ നടക്കുന്നത്. കോൺജുഗേഷനാണ് ഈ ഇൻഡിവിജ്വൽസിനെ റീജുവനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അവർ ബൈനറി ഫിഷനുള്ള പവറൊക്കെ തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ കോൺജുഗേഷനുള്ള പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, പക്ഷേ ഈ വ്യൂ അത്ര ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നൗ ഹെൽഡ് ദാറ്റ് കോൺജുഗേഷൻ ഹാസ് 2 മേജർ റോൾസ്. 2 മേജർ റോൾ ഉണ്ടെന്നാണ് പറയുന്നത് കോൺജുഗേഷന്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ഹെറിറ്റബിൾ ജനറ്റിക് വാരിയേഷൻസ് ത്രൂ ആംഫിവിക്സിസ് ആൻഡ് ജനറ്റിക് റീകോമ്പിനേഷൻ. ഓക്കെ, എന്താണ് 2 മേജർ റോൾസ്? ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ഹെറിറ്റബിൾ ജനറ്റിക് വാരിയേഷൻസ്. ഹെറിറ്റബിൾ ആയുള്ള ജനറ്റിക് വാരിയേഷൻസ് കൊണ്ടുവരുന്നു. കാരണം അവിടെ ആംഫിമിക്സിസും അതുപോലെ തന്നെ ജനറ്റിക് റീകോമ്പിനേഷനും ഉണ്ടല്ലേ. ബൈപാരൻ്റൽ ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടെണ്ണം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വാരിയേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഹെറിറ്റബിൾ ആയുള്ള ജനറ്റിക് വാരിയേഷൻസ് കൊണ്ടുവരുന്നുണ്ട് ഈ കോൺജുഗേഷൻ വഴി. രണ്ടാമത്തെ, ഇറ്റ് എഫക്ട്സ് എ റീഓർഗനൈസേഷൻ ഓഫ് ദ മാക്രോന്യൂക്ലിയസ് ഫ്രം മൈക്രോന്യൂക്ലിയർ മെറ്റീരിയൽസ് ടു ഇൻക്രീസ് ദ ഫിസിയോളജിക്കൽ എഫിഷ്യൻസി ഓഫ് ദ ഓർഗാനിസം. അവിടെ ഓർഗാനിസത്തിൻ്റെ ഫിസിയോളജിക്കൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവുന്നു? റീഓർഗനൈസേഷൻ ഉണ്ടാവുന്നുണ്ട് ഓഫ് മാക്രോന്യൂക്ലിയസ് ഫ്രം മൈക്രോന്യൂക്ലിയർ മെറ്റീരിയൽസ്.
ഒരു മാക്രോന്യൂക്ലിയസിൻ്റെ ഒക്കെ ഒരു റീഓർഗനൈസേഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഈ ഓർഗാനിസത്തിൻ്റെ ഫിസിയോളജിക്കൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ കോൺജുഗേഷൻ ഇൻവോൾവ്സ് റെസിപ്രോക്കൽ കാരിയോഗമി. റെസിപ്രോക്കൽ കാരിയോഗമി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് റെസിപ്രോക്കൽ. ഇവിടെ റെസിപ്രോക്കലിയാണ് മൈക്രോന്യൂക്ലിയസ് മൈഗ്രേറ്ററി ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. ഒരു കോൺജുഗൻറ്റിൽ നിന്ന് മറ്റേതിലേക്കും മറ്റേ കോൺജുഗൻറ്റിൽ നിന്ന് ഇപ്പുറത്തേക്കും എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് റെസിപ്രോക്കലിയാണ് മൂവ് ചെയ്യുന്നത്. ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ആംഫിമിക്സിസ് ഓർ എ ബ്ലെൻഡിങ് ഓഫ് ബൈപാരൻ്റൽ ജനറ്റിക് മെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അവിടെ ജനറ്റിക് മെറ്റീരിയൽസ്, രണ്ട് പാരൻറ്റിൻ്റെയും ജനറ്റിക് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ആംഫിമിക്സിസ് ഇൻട്രൊഡ്യൂസസ് ന്യൂ ജീൻസ് ആൻഡ് ന്യൂ ജീൻ കോമ്പിനേഷൻസ് ഇൻ ദ ന്യൂ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ന്യൂ ഇൻഡിവിജ്വൽസിൽ എന്തുണ്ടാവുന്നു, ന്യൂ ജീൻസ് അതുപോലെ തന്നെ ന്യൂ ജീൻ കോമ്പിനേഷൻസ് ഒക്കെ ഈ ആംഫിമിക്സിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഇൻ ടേൺ റിസൾട്ട്സ് ഇൻ ദ ജനറ്റിക് വാരിയേഷൻസ്. അപ്പോൾ എന്തുണ്ടാവും, അവിടെ ജനറ്റിക് വാരിയേഷൻസിന് അത് കാരണമാവും. അങ്ങനെ എന്താവും, ഇറ്റ് മീൻസ് ഈ ജനറ്റിക് വാരിയേഷൻസ് കാരണം അതിൻ്റെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ സർവൈവൽ വാല്യൂ അതുപോലെ തന്നെ അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ് ഒക്കെ കൂടും. ഈ പാരമീസിയത്തിൻ്റെ പൊട്ടൻഷ്യാലിറ്റീസ്, അഡാപ്റ്റീവായുള്ള പൊട്ടൻഷ്യാലിറ്റീസ്, ഫിറ്റ്നസ് കൂടും. അതുപോലെ തന്നെ സർവൈവൽ വാല്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബൈനറി വിഷൻ വഴി കുറേ കാലം ഇങ്ങനെ ബൈനറി വിഷൻ നടക്കുമ്പോൾ അവർക്ക് ഒരു സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷൻ ഉണ്ടാവുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ കോൺജുഗേഷൻ നടക്കുന്നത്. കോൺജുഗേഷൻ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, ഈ ബൈപാരൻ്റൽ ജീൻസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നു. അത് അതുപോലെ തന്നെ ഒരു റെസിപ്രോക്കൽ ട്രാൻസ്ഫർ ഉണ്ടാകുന്നുണ്ട് അല്ലേ മൈക്രോന്യൂക്ലിയർ മെറ്റീരിയൽസിൻ്റെ ഒക്കെ. അതുകൊണ്ട് തന്നെ ഒരു എന്തുണ്ടാവും, ഇൻഡിവിജ്വൽസിന് ന്യൂ ജീൻ കോമ്പിനേഷൻസ് കിട്ടുന്നു, ന്യൂ ജീൻസ് കിട്ടുന്നു. അപ്പോൾ അവരുടെ ടോട്ടലി പറയുകയാണെങ്കിൽ അവരുടെ ഫിറ്റ്നസ്സും സർവൈവൽ വാല്യൂം അതുപോലെ തന്നെ അഡാപ്റ്റീവ് പൊട്ടൻഷ്യാലിറ്റീസൊക്കെ കൂട്ടാൻ ഈ കോൺജുഗേഷൻ കൊണ്ട് സാധിക്കുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞത് എന്താണ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞത് എന്താണ് ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കോൺജുഗേഷൻ. ഇത്രയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ I hope you have all understood, and thank you.